നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അണ്ടറിലായിക്കൊണ്ട് അസിസ്റ്റന്റ് ഇൻ സബ് ഇൻസ്പെക്ടർ, വാറന്റ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ എന്നീ തസ്തികളിലായിട്ട് ഏകദേശം 1526ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 25,500 രൂപ മുതൽ 92,300 രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലിയാണിത്. ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ട് വരുന്ന BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അണ്ടറിലായിക്കൊണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, വാറന്റ് ഓഫീസർ എന്നീ തസ്തികളിലേക്ക് 243 വേക്കൻസികളും, ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ എന്നീ തസ്തികളിലേക്ക് 1283 വേക്കൻസികളുമായിട്ട് ടോട്ടൽ 1526ഓളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാലറിയുടെ കാര്യങ്ങൾ പറയുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആൻഡ് വാറന്റ് ഓഫീസർക്ക് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് സാലറി പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ എന്നീ തസ്തികകൾക്ക് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറി ആയിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ജോലികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC, ST, OBC, PWD വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കുക അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലികൾക്ക് പ്രധാനമായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ. ഇനി ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീ ആയിട്ട് 100 രൂപയാണ് പറയുന്നത്. SC, ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ വിഭാഗത്തിനൊക്കെ അപേക്ഷാ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 2024 ജൂലൈ 8 തീയതിക്ക് മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള rectt.bsf.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയായിട്ടോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.